തിരുവനന്തപുരത്തെ നെയ്യാറ്റിൻകരയിൽ മക്കൾ സമാധിയിരുത്തിയ ഗോപൻ സ്വാമിയുടെ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ജില്ലാ കളക്ടർ ഉത്തരവിട്ടിരിക്കുന്നു. ഇന്ന് തന്നെ സ്ലാബ് പൊളിച്ച് മൃതദേഹം പുറത്തെടുക്കും. സമാധി പൊളിക്കാൻ ഒരു കാരണവശാലും അനുവദിക്കില്ല എന്നുള്ളതാണ് കുടുംബത്തിന്റെ നിലപാട്. ഇനി പോലീസ് നടപടി അടക്കം ആവശ്യമാവും എന്ന് തോന്നുന്നു. ആവശ്യമില്ലാതെ കോൺക്രീറ്റ് സ്ലാബ് എന്നൊക്കെ അതിനെ നപുംസകശില എന്നാണ് പറയുന്നത്. അതായത് ഈ പത്മപീഠത്തിൽ അച്ഛൻ നേരത്തെ 5 വർഷത്തിന് മുമ്പേ അച്ഛൻ ഈ സമാധി ഈ വിഗ്രഹങ്ങൾ കൊണ്ടുവരുന്നതിൻ്റെ കൂട്ടത്തിൽ മയിലാടിയിൽ നിന്ന് തന്നെ ഈ അച്ഛൻ ഇരിക്കാനുള്ള പത്മപീഠവും ഈ നപുംസകശില ഇടാനുള്ള ഇതെല്ലാം നേരത്തെ അച്ഛൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നാട്ടുകാർക്കെല്ലാം അറിയാം. ഈ നാട്ടുകാരും കൂടെ ഈ വിഗ്രഹം എടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. സമാധിയാവുന്ന അച്ഛൻ തന്നെ ഇന്നടുത്ത് പറയണം, അല്ലെങ്കിൽ ഞാൻ തന്നെ പറയണം അച്ഛൻ ഇന്ന ദിവസം സമാധിയാവും. അപ്പോഴേ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ ഏകാഗ്രത നഷ്ടപ്പെടില്ലേ? ഇതിനെ പൊളിക്കാൻ സമ്മതിക്കത്തില്ല. അതായത് ഈ ഹിന്ദു ആചാരങ്ങളെ വ്രണപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റില്ല, പൊളിക്കാൻ പറ്റില്ല. അത് സമാധി ആയതുകൊണ്ട് പൊളിച്ചുകൂടാ. സമാധി ഇരിക്കുന്ന സമയത്ത് മറ്റുള്ളവരെ കാണലെന്ന് പറഞ്ഞ് അവർ കൊടുത്ത ആ മുഹൂർത്തത്തിൽ മക്കൾ പൂജകളും കർമ്മങ്ങളും ചെയ്തേ പറ്റും. ആ കർമ്മ സമയത്ത് മറ്റുള്ളവർ കണ്ടു കഴിഞ്ഞാൽ ആ പൂജ ആ കർമ്മം പൂർത്തിയാകില്ല. അപ്പം കർമ്മത്തിൻ്റെ എല്ലാം മോന് നേരത്തെ പറഞ്ഞു കൊടുത്തിട്ടാണ് ഇന്നും ഇന്നലെ ഒന്നുമല്ല, 5 കൊല്ലത്തിന് മുമ്പേ രണ്ടുപേരും കൂടെ ആ 4 വർഷം കണ്ടറിയാം നമ്മൾ സത്യമാണോ. ആ 4 കൃഷി വീടെന്നാണ് മോൻ എഴുതി. എത്ര ആ കൃഷി വീടത്തിന് പേര് വരെ വെച്ചിട്ടുണ്ട്. അങ്ങനെ അവിടെ അതിലാണ് ഇപ്പൊ ഇരുന്ന് സമാധി ആയതെങ്കിലും സമാധി ആയെന്ന് പറഞ്ഞ ആ സമയം പറഞ്ഞ ഇങ്ങനെയുള്ള നാട്ടുകാർ ചെയ്യാൻ സമ്മതിക്കില്ല. കുടുംബം ഒറ്റക്കെട്ടാണ്. അതെ, ഗോപൻ സ്വാമിയുടെ മകനും ഒപ്പം തന്നെ ഭാര്യയുമാണ് പ്രതികരിച്ചത്. അവരെ ഇതിൽ ഒരു അണുവിട പോലും മാറുന്നില്ല, അവർ പൊളിക്കാൻ സമ്മതിക്കില്ല എന്ന നിലപാടാണ്. അപ്പൊ എന്തായാലും ഒരു സംഘർഷാവസ്ഥകളുടെ സാധ്യതകൾ അവിടെയുണ്ട്. പക്ഷേ നാട്ടുകാരൊക്കെ എതിർപക്ഷത്താണ്. അതുകൊണ്ട് ഈ കുടുംബാംഗങ്ങളെ പോലീസ് നീക്കം ചെയ്തതിന് ശേഷം ഈ സമാധി എന്ന് പറയപ്പെടുന്ന സ്ഥലം പൊളിക്കാനാണ് സാധ്യത. പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടി വരും. ഇത് ജീവനോടെ കുഴിച്ചു മൂടിയതാണോ തുടങ്ങിയ അതിഗൗരവതരമായ പ്രശ്നങ്ങളുണ്ട്. കുടുംബം ഇങ്ങനെ പല കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനപ്പുറത്ത് എന്ത് സംഭവിച്ചു എന്നുള്ളത് അറിയേണ്ടതാണ്, പരിശോധിക്കേണ്ടതാണ്. ജിബിൻ JB വിവരങ്ങളുമായിട്ട്. ജിബിൻ, പോലീസിനെ കൂടുതൽ അങ്ങോട്ടേക്ക് നിയോഗിക്കുന്നു എന്നാണ് അറിയുന്നത്. ഇന്ന് തന്നെ പൊളിച്ച് മൃതദേഹം പുറത്തെടുക്കാനാണ് തീരുമാനം. എങ്ങനെയാണ് അവിടെ പ്രശ്നമില്ലാതെ ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകാനുള്ള ഒരുക്കമാണോ പോലീസ് നടത്തുന്നത്? ദിവിഷ്, ഈ കാണുന്ന സ്ഥലത്താണ് കഴിഞ്ഞ വ്യാഴാഴ്ചയോട് കൂടി ഗോപൻ സ്വാമി സമാധിയായതെന്നാണ് കുടുംബം പറയുന്നത്. പക്ഷേ ഇത് സംബന്ധിച്ച് വലിയ രീതിയിലുള്ള പരാതികൾ പ്രത്യേകിച്ച് നാട്ടുകാരുടെ ബന്ധുക്കളുടെയൊക്കെ ഭാഗത്തു നിന്ന് ഉയർന്ന അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഒരു കല്ലറ, ഗോപൻ സ്വാമി സമാധിയിരിക്കുന്ന ഈ കല്ലറ പൊളിച്ചുകൊണ്ട് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇപ്പോൾ ജില്ലാ കളക്ടർ എന്തായിരുന്നാലും അത്തരത്തിലുള്ള ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. സബ് കളക്ടറിനായിരിക്കും ഇത് പൊളിച്ച് പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ചാർജ് നൽകിയിരിക്കുന്ന സബ് കളക്ടറാണ്. എന്തായാലും ആ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ DYSP അടക്കമുള്ളവർ സ്ഥലത്തെത്തി കുടുംബവുമായി ചർച്ച നടത്തി. അതിനുശേഷം ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ഡോക്ടർമാരുടെ സംഘവും മറ്റും ഇവിടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരു ചെറിയ രീതിയിലുള്ള പ്രതിഷേധമൊക്കെ തന്നെ ആ ഒരു സമയത്ത് ഉയർന്നത്. അതായത് ഈ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്നും ചിലർ ഇത്തരത്തിൽ ഗോപൻ സ്വാമി അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടു കൂടി സ്വാമി തന്നെ ഇവിടെ വന്നിരുന്ന് സമാധിയായതാണ്. അപ്പോൾ അത് പൊളിച്ചു കഴിഞ്ഞാൽ അത് മതവികാരത്തെ ഉൾപ്പെടെ വ്രണപ്പെടുത്തുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സംഘം ആൾക്കാരും ഈ സ്വാമിയുടെ കുടുംബത്തിൽ നിന്നുള്ള മക്കൾ ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തിയിരുന്നു. അതിനെ തുടർന്ന് വീണ്ടും ഇപ്പോൾ കുടുംബവുമായി ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് പോലീസ് സംഘം വീട്ടിലേക്ക് പോയിരിക്കുന്നത്. അത് കുടുംബവുമായി ചർച്ച ചെയ്തതിന് ശേഷമായിരിക്കും മറ്റ് നടപടികളിലേക്ക് കടക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ചെറിയ രീതിയിലുള്ള ഒരു സംഘർഷ സാധ്യത ഉണ്ടെങ്കിൽ പോലും പോലീസ് ഇടപെട്ടുകൊണ്ട് അത്തരത്തിലുള്ള ആ ഒരു അവസ്ഥ മാറ്റിക്കൊണ്ട് ഈ നടപടികൾ പൂർത്തിയാക്കാനാണ് പോലീസിൻ്റെ കളക്ടറിൻ്റെ ഇപ്പോഴത്തെ ശ്രമം. അതിനുവേണ്ടി കുടുംബവുമായി ചർച്ച ചെയ്തതിനു ശേഷം ഇപ്പോൾ ആ ഒരു സംഘം വീണ്ടും സമാധിയിരിക്കുന്ന അതേ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്.